അല്ല മോളെ ഇതെന്താ ഞാനിപ്പം പോയതാ ഇങ്ങനെ നേരം പോകുന്നുണ്ട് ഒന്ന് എനിക്ക് വിളിച്ച് പറഞ്ഞുവിടാനാ ഉമ്മാനെ ബേജാറാക്കി എന്തിനാ മോളെ ഉമ്മ അപ്പാട് പേടിച്ചോ ഇല്ല എൻ്റെ മോളെ കാണേറ്റി നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ലേ നിങ്ങളോട് ആരാ പറഞ്ഞ ഓളെ ഫോണിലെല്ലാം വിളിക്കാനേ എല്ലാവരും മുന്നിലും എന്നെ കുറവാക്കുവാൻ അല്ലാണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നിനാൻ പറ്റുമോ നിങ്ങൾക്ക് അത് ഞാനത് ചെറിയ പൈതലറ്റാ ഉമ്മക്ക് ബേജാറായിട്ടാ മോളെ കാണേറ്റി ഈ സാധാരണ ഇങ്ങനെ നേരം പെയ്യലില്ലാലും വരുമോ അതുകൊണ്ട് ബേജാറായിട്ടാ ഉമ്മ വിളിച്ചോയെ പോവാൻ എനക്കറിയാമെങ്കിൽ വരാനും എനക്കറിയാം അതിന് 100-150 പ്രാവശ്യം ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നത് ആ മോക്ക് എങ്ങനെ ഇടങ്ങാറാവും ഉമ്മ വിചാരിച്ചിട്ടില്ലേനു നമ്മളെ കാണിയിട്ട് ബേജാറായിട്ട് എന്തെന്നാ ചെയ്യണ്ടേന്ന് എനിക്ക് തിരിയുന്നില്ല എന്നിട്ട് ഞാൻ അപ്പുറത്തെ പുരയിലോളെ കൊണ്ട് വിളിപ്പിച്ചത് ഉമ്മാക്ക് ഫോൺ വിളിക്കുന്നൊന്ന് അറിഞ്ഞുകൂടാലോ ഉമ്മാനോട് ക്ഷമിക്കേ അപ്പൊ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഒരു മുതല കണ്ണീരും കൊണ്ട് വരും അപ്പോ നമ്മളെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് തിന്നാലോ ഇങ്ങക്ക് ചോറ് വേണം നിങ്ങൾ തിന്നോ നിങ്ങളോട് ഇപ്പാരം പറിക്കാം എനിക്ക് ചോറ് വേണോന്ന് ഉമ്മയും തിന്നിക്കില്ല മോള് വരാത്തോണ്ട് ഒപ്പരല്ലേ തിന്നല് ഉമ്മയും തിന്നിക്കില്ല ചോറ് ബാ നമുക്ക് ഒപ്പരം തിന്നാലോ ചോറ് ഉമ്മ ഭാരത്തരം മോളെ എനക്ക് വേണേ എനക്കറിയാ തിന്നാല് ഞാൻ പറിക്കാനെ കാത്തുവെക്കുവേ അങ്ങനെ പറയാലോ ഉമ്മാന്റെ മോളല്ലേ ബാ നമുക്ക് തിന്നാലോ വലിയ ത്യാഗാറ്റം ചെയ്തു പോലെ എന്നിട്ട് സംസാരിക്കുന്നേ എനിക്ക് സൗകര്യം പോലും തരൂലേ ഷിഫയാണല്ലോ വിളിക്കുന്നേ ആ ഹലോ എന്നാടി പറ വിഷമിപ്പിക്കും എൻ്റെ മോളെന്തിനാ ഇങ്ങനെങ്കിലും പറയുന്ന മോളെന്ത് പറഞ്ഞാലും ഉമ്മാക്ക് മോളെ ബീവിയല്ലേ എൻ്റെ മോളല്ലേ എൻ്റെ മോള് പറഞ്ഞു ഉമ്മാക്ക് സങ്കടമൊന്നുമില്ല ചോറ് വയ്ക്കുക മോള് കാര്യമല്ല ഉമ്മ വാരിത്തരും ചോറ് വയ്ക്കാൻ നല്ല അടി കിട്ടുക എൻ്റെ അടുത്തുനിന്ന് മോള് കരയെന്നാടുന്ന് ആ ബാ നമുക്ക് ചോറ് വയ്ക്കാലോ ബാ ഒരു പരം ചോറ് തിന്നാലോ എൻ്റെ മോള് ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് അത് നമുക്ക് ഉമ്മ കൂടെ ഉള്ള സമയത്ത് മനസ്സിലാവില്ല ഉമ്മ കൂടെ ഇല്ലാത്തൊരു സമയം ഉണ്ടാവും അപ്പോൾ
നമ്മൾ എന്തൊക്കെ കളിച്ചാലും ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഉമ്മ ഉള്ള ആ കാലത്തുള്ള ഒരിക്കലും വരില്ല. അപ്പോൾ ഉമ്മാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എനിക്ക് വല്ല അഭിനയിക്കാനുള്ള കഴിവും ഇങ്ങനെ അഭിനയിച്ച് ജീവിതം അല്ല എന്തൊന്നുമില്ലടാ, ജീവിതത്തിൽ നടക്കുന്നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് കൊതുവാണ് അത്. ഈ കാര്യങ്ങളിങ്ങനെ ജീവിച്ച് കാണിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലാകുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തന്നക്ക്. അപ്പോൾ ടാറ്റാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.